ന ന ന കൃതണരകാം 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 ന ന ന. നമസ്കാരം. വായ്ത്താരിയുടെ ഇന്നത്തെ അതിഥികൾ കലാമണ്ഡലം സനൂപ്, ഉണ്ണി പൂണോത്ത് അല്ലെങ്കിൽ ഉണ്ണീകൃഷ്ണൻ പൂണോത്ത്, ഇങ്ങനെ രണ്ട് വ്യക്തികളാണ് ഇന്ന് നമുക്ക് മുന്നിൽ വരുന്നത്. കലാമണ്ഡലം സനൂപ് എന്ന കലാകാരൻ, വാദ്യകലാകാരൻ, കോഴിക്കോട് കൊയിലാണ്ടി സ്വദേശിയാണ്. അദ്ദേഹത്തിൻ്റെ കുടുംബമായും അദ്ദേഹത്തിൻ്റെ അച്ഛനൊക്കെ വളരെ വിദഗ്ധനായ കൊട്ടുകാരനാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹം പ്രാഥമികമായ അഭ്യാസങ്ങൾ ചെയ്തിരിക്കുന്നത് തൻ്റെ സ്വദേശത്ത് വെച്ച് തന്നെയാണ്. 10 വയസ്സ് മുതൽ അദ്ദേഹം അരങ്ങേറ്റം കഴിഞ്ഞ് അരങ്ങിൽ കൊട്ടാൻ തുടങ്ങി. തുടർന്ന് അദ്ദേഹം കൃത്യമായ പഠനം ആഗ്രഹിച്ച് കലാമണ്ഡലത്തിൽ കഥകളിക്കൊട്ട് പഠിച്ചു. തുടർന്ന് വീണ്ടും പല ഇടങ്ങളിലും പോയി പലരിടത്തുമായി അദ്ദേഹം വാദ്യത്തിൻ്റെ പുതിയ അനുഭവങ്ങൾ അദ്ദേഹം പഠിച്ചു. അതുകൊണ്ട് തന്നെ കഥകളിക്കപ്പുറം മേളവും തായമ്പകയും അദ്ദേഹം വിദഗ്ധമായി പ്രയോഗിക്കുന്നതിനുള്ള സാധ്യത അദ്ദേഹം നേടിയെടുത്തു. തായമ്പകയിൽ പുതിയ എണ്ണങ്ങൾ ഉണ്ടാക്കുന്നതിലും ആ എണ്ണങ്ങളെ വളരെ ചാരുതയോടെ കൊട്ടുന്നതിനും ഒരു യുവ കലാകാരന്മാരുടെ ഏത് നിരക്കൊപ്പവും തനിക്ക് പങ്കെടുക്കാൻ ത്രാണിയും ശേഷിയുമുണ്ട് എന്ന് തെളിയിക്കുകയും ചെയ്ത കലാകാരനാണ് കലാമണ്ഡലം സനൂപ്. ഞാൻ ആരെടുത്ത് പഠിച്ചു എന്നതിൽ അതൊക്കെ അദ്ദേഹം പറയുന്നുണ്ട്. അതുകൊണ്ടാണ് ഇപ്പോൾ ആ ഭാഗത്തേക്ക് കിടക്കാത്തത്. എങ്ങനെയും വടക്കൻ മലബാറിൽ ഈ വാദ്യ മേഖലയുടെ അതിൻ്റെ പൂർണ്ണമായ തോതിലുള്ള പ്രയോഗങ്ങളെ പരിചയപ്പെടുത്തിയതിൽ ഒരുപക്ഷെ കലാമണ്ഡലം സനൂപിനും അദ്ദേഹത്തിൻ്റേതായ പങ്കുണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. മേളങ്ങൾ, വിവിധ തരത്തിലുള്ള മേളങ്ങൾ, തായമ്പകൾ ഒക്കെ കുട്ടി തൻ്റെ പാഠവും അദ്ദേഹം തെളിയിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. മറ്റൊരു സ്ഥിരമായ ജോലിയില്ലെങ്കിൽ പോലും ഈ വാദ്യമേഖലയിൽ നിൽക്കാം യുവാക്കൾക്ക് പോലും എന്ന് തെളിയിച്ച ഒരു കലാകാരൻ കൂടിയാണ് കലാമണ്ഡലം സനൂപ്. അദ്ദേഹത്തോട് ചോദ്യങ്ങൾ ചോദിക്കുന്നത് ഉണ്ണി പൂണോത്ത് എന്ന കലാസഹൃദയനാണ്. അദ്ദേഹം കുളത്തൂർ സ്വദേശിയാണ്. അദ്ദേഹത്തിൻ്റെ മക്കൾ രണ്ടുപേരും വാദ്യ മേഖലയിൽ അതിൻ്റെ തായമ്പകയും മേളമൊക്കെ പഠിച്ചിട്ടുള്ള കലാകാരനാണ്. മകൾ കൊമ്പ് പഠിച്ച കലാകാരിയാണ്. എങ്ങനെയും അതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തിനും ഒരു കലാ ആസ്വാദനത്തിൻ്റെ അംശങ്ങൾ ഇദ്ദേഹത്തിൻ്റെ ഉള്ളിലുണ്ട്. ഒപ്പം അദ്ദേഹത്തിൻ്റെ സമൂഹമായുള്ള ഇടപെടലുകൾ വളരെയധികമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ രണ്ട് തരത്തിലും സമാന്തരമായ പ്രവർത്തനങ്ങൾ അദ്ദേഹത്തിന് ആസ്വാദന മേഖലയിൽ എവിടെ പരിപാടികളുണ്ടെങ്കിലും പോവുക അദ്ദേഹത്തിൻ്റെ ഒരു ശീലമാണ്. എന്നതുപോലെ തന്നെ സാമൂഹ്യമായ ഇടപെടലുകൾ വളരെ സൗമ്യമായ രീതിയിൽ അദ്ദേഹം തൻ്റെ ശൈലിയിലൂടെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇങ്ങനെ ഉള്ള രണ്ട് വ്യക്തികളാണ് ഇന്ന് വായ്ത്താരിയിലൂടെ വരുന്നത്. ഒരുപക്ഷെ ധാരാളം പരിചയം ഇവരെ സംബന്ധിച്ചിടത്തോളം ഇല്ല എന്ന് ആസ്വാദക സമൂഹത്തിന് ചിലർക്കെങ്കിലും തോന്നിയെന്ന് വരാം. പക്ഷേ അത് പരിഗണിക്കേണ്ടതില്ല എന്നാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. കാരണം പുതിയ കലാകാരന്മാരെ നമുക്ക്
ഇത്തരം വായ്ത്താരിയിലൂടെ വന്നു എന്നുള്ളതല്ല, അതിലപ്പുറം ഇത്തരം ചോദ്യങ്ങൾ ചോദിക്കുന്നതിനും ഉത്തരങ്ങൾ പറയുന്നതിനും പ്രാപ്തനാവുക എന്നുള്ളതും കൂടി ഒരു ലക്ഷ്യമുണ്ട് എന്നാണ് ഞാൻ കണക്കാക്കുന്നത്. തൻ്റെ ഉള്ളിൽ കലകൾ ധാരാളമുണ്ട്, പക്ഷേ ഇത് തരത്തിൽ അത് അവതരിപ്പിക്കണം എന്നുള്ളതിനെക്കുറിച്ച് സംശയങ്ങളും വ്യാധികളും പലപ്പോഴും പലർക്കും ഉണ്ടാവാം. എങ്ങനെയും അവരോട് അടുത്ത ബന്ധമുള്ളവരെങ്കിലും ഇത് കേൾക്കും എന്നാണ് എൻ്റെ ചെറിയൊരു വിശ്വാസം. അവർക്കും അവരുടേതായ സ്ഥാനങ്ങൾ ഈ മേഖലയിലുണ്ട്. അതുകൊണ്ട് സനൂപിനെയും ഈ ഉണ്ണിയെയും വളരെ സ്നേഹത്തോടു കൂടി ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ പരിചയപ്പെടുത്തി അവതരിപ്പിക്കുന്നു. എല്ലാവർക്കും ഇതിലേക്ക് സ്വാഗതം. എല്ലാവർക്കും വായ്ത്താരിയിലേക്ക് സ്വാഗതം. കേരള കലാമണ്ഡലം മുൻ പ്രിൻസിപ്പാൾ ഉണ്ണികൃഷ്ണൻ ആശാൻ നേതൃത്വത്തിൽ വായ്ത്താരി എന്ന ഒരു പരമ്പര ആരംഭിച്ചിരിക്കുന്നു. ആ പരമ്പരയിൽ ഇന്ന് നമ്മോടൊപ്പം കേരളത്തിലെ യുവ കലാകാരന്മാരിൽ അറിയപ്പെടുന്ന കഥകളി, അതുപോലെ തന്നെ തായമ്പക എന്നീ രംഗങ്ങളിൽ തൻ്റേതായ വ്യക്തിമുദ്ര പതിപ്പിച്ച സനൂപ് എന്ന കലാകാരനാണ് ഇന്ന് നമ്മോടൊപ്പം അദ്ദേഹത്തിൻ്റെ വിശേഷങ്ങൾ പങ്കുവയ്ക്കാൻ നമ്മോടൊപ്പം ഒത്തുചേർന്നിരിക്കുന്നത്. അദ്ദേഹത്തെ നിങ്ങൾക്കേവർക്കും വേണ്ടി ഈ പരമ്പരയിലേക്ക് സ്നേഹാദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. സ്വാഗതം സനൂപ്. നമസ്കാരം. സനൂപിൻ്റെ നാട് എവിടെയാണ്? ഞാൻ കോഴിക്കോട് ജില്ലയിൽ ബാലുശ്ശേരി എന്ന് പറയുന്ന സ്ഥലത്താണ്. ബാലുശ്ശേരി എന്ന് പറഞ്ഞാൽ വേട്ടയ്ക്കൊരുമകൻ ക്ഷേത്രം ഏറ്റവും പ്രശസ്തമായ, അല്ലെങ്കിൽ വേട്ടയ്ക്കൊരുമകൻ മൂലസ്ഥാനമായിട്ട് കാണപ്പെടുന്നൊരു പ്രദേശമാണ് ബാലുശ്ശേരി എന്ന് പറയുന്നത്. അവിടെയാണ് എൻ്റെ സ്വദേശം. അപ്പോൾ നമ്മുടെ ഈ കലാരംഗത്തേക്ക് വരുവാനുള്ള സാഹചര്യം, അത് ആരാണ് കുടുംബത്തിൽ ഈ കലയോട് ബന്ധപ്പെട്ട് കൂടുതൽ താല്പര്യമുള്ള ആരായിരുന്നു? നമ്മൾ എൻ്റെ അച്ഛൻ പൊന്നരം സത്യൻ, അദ്ദേഹം ഒരു വാദ്യകലാകാരനാണ്. അനവധി ശിഷ്യന്മാരൊക്കെ ഉണ്ട് നാട്ടിൽ. മേളം, തായമ്പക, പഞ്ചവാദ്യം രംഗങ്ങളിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. അപ്പം ആ ഒരു പിന്മുറക്കാരനായിട്ടാണ് ഈ കലാരംഗത്തേക്ക് ഞാൻ എത്തപ്പെട്ടിട്ടുള്ളത്. നാട്ടിൽ തന്നെയാണോ ഈ അച്ഛനാണോ ഗുരുനാഥൻ, അതോ പുറമേ ആരെങ്കിലും ആണോ ഗുരുനാഥൻ? നാട്ടിലാണോ ഈ ചെണ്ട അഭ്യസിച്ചത്? തുടങ്ങിയിട്ടുള്ളത് അച്ഛൻ്റെ ഗുരുനാഥനായിരുന്ന കുണ്ടൂളി രാവുണ്ണിക്കുട്ടി മാരാരാശൻ്റെ കീഴിലാണ് ആദ്യം ദക്ഷിണ വെച്ചിട്ട് തുടങ്ങിയിട്ടുള്ളത്. പിന്നെ അച്ഛനാണ് സാധകം ചെയ്യിച്ചിട്ട് എന്നെ തക്കിട്ട തരികിട അതൊക്കെ സാധകം ചെയ്യിച്ച്, പിന്നീട് അതിന് ശേഷം അച്ഛൻ്റെ ഒരു സുഹൃത്തായിട്ടുള്ള പൊന്നരം ചന്ദ്രൻ എന്ന് പറഞ്ഞ ആശാൻ്റെ അടുത്ത് പോയി അവിടുന്ന് തായമ്പക ഒരു അടിസ്ഥാന തായമ്പക അവിടുന്ന് പഠിച്ചു. പിന്നീട് മേളം, പഞ്ചവാദ്യമൊക്കെ അച്ഛൻ്റെ കീഴിൽ കുറച്ച് പഠിച്ചു. അതിന് ശേഷമാണ് പിന്നീട് കലാമണ്ഡലത്തിലേക്ക് എത്തിച്ചേരുന്നത്. എത്ര വയസ്സിലാണ് നമ്മുടെ അരങ്ങേറ്റം നാട്ടിൽ നടത്തിയത്? നാട്ടിൽ ഞാൻ 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്താണ് അരങ്ങേറ്റം ഉണ്ടായിട്ടുള്ളത്. പൊന്നരം തിരു ശ്രീ മഹാഗണപതി ക്ഷേത്രത്തിൽ വെച്ചിട്ട് ആണ് അരങ്ങേറ്റം നടത്തിയത്. കലാമണ്ഡലത്തിലേക്ക് നമ്മളെ എങ്ങനെയാണ് കലാമണ്ഡലത്തിൽ എത്തിപ്പെട്ടത്? ആരാണ് കലാമണ്ഡലത്തേക്ക് താങ്കളെ എത്തിച്ചത് അവിടേക്ക്? അച്ഛന് ഭയങ്കര ആഗ്രഹമായിരുന്നു എന്നെ ഈ കലാമണ്ഡലത്തിൽ പഠിപ്പിക്കണമെന്നുള്ളത്. പിന്നെ അച്ഛൻ്റെ ഗുരുനാഥനായിട്ടുള്ള അച്ഛൻ ബാലുശ്ശേരി രാവുണ്ണിക്കുട്ടി മാരാരാശാൻ്റെ നേതൃത്വത്തിൽ 1980 ഒരു പഞ്ചവാദ്യ പഠന ക്ലാസ് ഉണ്ടായിരുന്നു. അപ്പം അത് പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് അന്ന് അവിടെ വന്നിട്ടുണ്ടായിരുന്നത് മട്ടന്നൂരാശാനാണ്. തിമിലേക്ക് പഠിപ്പിക്കാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നത്. അപ്പം അതിൽ അവിടെ ഒരു ബാലുശ്ശേരി കോട്ട പഞ്ചവാദ്യ സംഘം എന്ന് പറഞ്ഞിട്ടൊരു സംഘം രൂപീകരിക്കും. അതിൽ അവരിങ്ങനെ പരിപാടികളൊക്കെ അവതരിപ്പിച്ച് വരുന്ന സമയത്താണ് അവർക്ക് അച്ഛന് ഈ ഭാഗങ്ങളിൽ, അതായത് തെക്ക് ഭാഗത്തേക്ക് ഇങ്ങോട്ട് വന്നു തുടങ്ങി തൃശ്ശൂർ, പാലക്കാട് ഭാഗത്തൊക്കെ ആ സമയത്ത് പരിപാടിക്ക് വന്ന സമയത്താണ് ഈ കലാമണ്ഡലം അല്ലെങ്കിൽ അവിടെയുള്ള ആശാന്മാരെ, ഇപ്പം ഉണ്ണികൃഷ്ണ ആശാനെ, ബലരാമാശാനെ, അവരൊക്കെ ആ സമയത്താണ് പരിചയപ്പെടുന്നത്. അങ്ങനെയാണ് അച്ഛന് എന്നെ അവിടെ കൊണ്ട് പഠിപ്പിക്കണം എന്നുള്ള ഒരു മോഹം ഉണ്ടാകുന്നത്. അങ്ങനെ മട്ടന്നൂർ ആശാൻ്റെ നേതൃത്വത്തിൽ തന്നെയാണല്ലോ ആശാൻ മുൻകൈ എടുത്തിട്ടാണ് ഞാൻ അവിടെ
കലാമണ്ഡലത്തിൽ എത്തിപ്പെടുന്നത്. കലാമണ്ഡലത്തിൽ എത്ര വർഷത്തെ പഠനം ഉണ്ടായിരുന്നു കലാമണ്ഡലത്തിൽ? ഞാനവിടെ 8ാം ക്ലാസ്സിലാണ് അവിടെ ചേർന്നിട്ടുള്ളത്. അങ്ങനെ +2 വരെ 5 വർഷം അവിടെ പഠിച്ചിട്ടുണ്ടായിരുന്നു. 99-ലാണ് ഞാൻ അവിടെ ചേരുന്നത് കലാമണ്ഡലത്തിൽ. കലാമണ്ഡലത്തിൽ ആരൊക്കെയായിരുന്നു സനൂപിൻ്റെ ഗുരുനാഥന്മാർ? അവിടെ 5 വർഷം ഓരോരോ വർഷം ഓരോരോ ആശാന്മാരുടെ കീഴിലായിട്ടാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ആദ്യം 8ാം ക്ലാസ്സിൽ വന്ന സമയത്ത് ഒരു രാധാകൃഷ്ണ ആശാൻ ഉണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നീട് രാജാശാൻ, ഗുരുവായൂരുണ്ടായിരുന്ന കലാമണ്ഡലം രാജാശാൻ്റെ കീഴിലായി. അതിൻ്റെ പിന്നെ ബലരാമാശാൻ, വിജയകൃഷ്ണാശാൻ, ഉണ്ണികൃഷ്ണാശാൻ, അങ്ങനെ ആണ് +2 വരെയുള്ള കാലഘട്ടത്തിൽ. അതിൽ ചൊല്ലിയാട്ട കളരിയിൽ ആ സമയത്ത് മൂസാശാനാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ സഹപാഠികൾ നമുക്ക് കൂടുതൽ മറ്റേ കലാമണ്ഡലത്തിലെ സഹപാഠികൾ ആരെയായിരുന്നു നമുക്ക്? ഞാൻ അവിടെ പഠിക്കുന്ന സമയത്ത് +2 വരെ എൻ്റെ കൂടെ ഉണ്ടായിരുന്നതെന്ന് പറഞ്ഞാൽ ഒരു കലാമണ്ഡലം രതീഷ് കുന്നംകുളത്തുള്ളത്, പിന്നെ മുളകുന്തത് ഉണ്ടായിരുന്ന വിവേക്, പിന്നെ കണ്ണൂരുണ്ടായിരുന്നൊരു വൈശാഖ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ 4 ആളായിരുന്നു +1 +2 ഒരേ ബാച്ചിൽ ഉണ്ടായിരുന്നത്. അവരൊക്കെ ഇപ്പോഴും കലാരംഗത്ത് തന്നെ നല്ല പ്രശസ്തരായിട്ട് വിരാജിച്ച് നിൽക്കുന്നുണ്ട്. സനൂപ് വാദ്യകല പഠിച്ചു, അതുപോലെ തന്നെ തുടർന്ന് കലാമണ്ഡലത്തിലേക്കും വാദ്യകല പഠിക്കുന്നതിനും പോയി. ഈ 2 സ്ഥലത്തും വാദ്യകല പഠിക്കുന്നതിനുള്ള വ്യത്യാസങ്ങൾ, അവിടുത്തെ ചിട്ടകൾ, അതുപോലെ നാട്ടിലുള്ള ചിട്ടകളൊക്കെ തമ്മിലുള്ള വ്യത്യാസങ്ങൾ, അതുപോലെ തന്നെ കൊട്ടിലും ഒക്കെ തന്നെയുള്ള മാറ്റങ്ങളൊക്കെ തന്നെ എന്തായിരുന്നു? പ്രധാനമായിട്ടും ഉണ്ടായ വ്യത്യാസങ്ങൾ എന്ന് വെച്ചാൽ, ഒന്ന് കലാമണ്ഡലത്തിൽ വന്ന ഒരു ഗുരുകുല സമ്പ്രദായത്തിലുള്ള ഒരു പഠനമാണ്. പിന്നെ അവിടുന്ന് നാട്ടിലുള്ളത് എന്ന് പറഞ്ഞാൽ നമ്മളെ ഈ വായ്ത്താരികൾക്കൊക്കെ ഒരുപാട് വ്യത്യാസങ്ങളുണ്ടായിരുന്നു. അവിടുത്തെ ചൊല്ലുകൾ, പിന്നെ അതുപോലെ തന്നെ കൊട്ടുന്ന രീതികൾ, അതായത് ഇപ്പം തക്കിട്ട തരികിട നമ്മൾ സാധകം ചെയ്യുന്ന സമയത്ത് കലാമണ്ഡലത്തിൽ വന്നപ്പോൾ നമ്മൾ തരികിട തുടങ്ങുന്നത് വലത്തെ കൈയിലാണ്. നാട്ടിൽ ഞാൻ ആദ്യം അവിടുന്ന് പഠിച്ചിട്ടുണ്ടായിരുന്ന ഇടത്തെ കൈയിൽ തുടങ്ങിയിട്ടാണ് തരികിട സാധകം ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതുപോലെ വായ്ത്താരികൾക്കൊക്കെ ഒരുപാട് വ്യത്യാസം ഉണ്ടായിരുന്നു. അവിടുത്തെ വായ്ത്താരികൾ ഒരു എന്താ പറയുക, നമ്മൾ പ്രാദേശികമായിട്ടുള്ള ഒരു വായ്ത്താരികളാണ് അവിടെ ഉണ്ടായിരുന്നത്. ഈ കലാമണ്ഡലത്തിൽ വന്നതിന് ശേഷം നമ്മൾ ചെണ്ടയുടെ ശബ്ദത്തിനോട് തന്നെ ചെണ്ടയുടെ ശബ്ദത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള അതേ വായ്ത്താരികൾ. അപ്പം പക്കത്ത് കൂട്ടുമ്പം ന എന്നുള്ളത്, നടുക്ക് കൂട്ടുമ്പോൾ ഡ എന്നുള്ളതും വരുമ്പോൾ ഡ ഡ ഗ ഡ ഡ കണ്ണാനാകാമെന്ന് ഇവിടെ പറയുമ്പോൾ, നമ്മളവിടെ നാട്ടിൽ പറഞ്ഞത് ദരിക്കിട്ട് അധിക തരകാമെന്ന് പറയും. അങ്ങനെയുള്ള ഒരു ചില വ്യത്യാസങ്ങൾ ഉണ്ടായിട്ടുണ്ടായിരുന്നു. പിന്നെ പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ ഈ പഠിപ്പിക്കുന്ന രീതിയിൽ സ്ഥാനങ്ങൾക്കുള്ളൊരു വ്യത്യാസം തന്നെയാണ് പ്രധാനമായിട്ടുള്ളത്. ഇപ്പോൾ കൈയിൻ്റെ സ്ഥാനങ്ങൾ, കോലിൻ്റെ സ്ഥാനങ്ങൾ, അതൊക്കെ നാട്ടിൽ അങ്ങനെ അത്ര ഈ കലാമണ്ഡലത്തിൽ പഠിച്ചത്ര നമ്മൾ വിസ്തരിച്ചിട്ടുള്ളൊരു പഠനം അവിടെ ഉണ്ടായിട്ടില്ല. കാരണം അന്ന് ആ ഒരു കാലഘട്ടത്തിൽ അത്രേ അവിടെ നമ്മളെ നടപ്പിൽ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം അത് തന്നെ അതിൻ്റെ നേരെ വ്യത്യസ്തമായിട്ട് ഇവിടെ വന്നതിന് ശേഷമാണ് കൂടുതൽ ഇപ്പം ഒരു ദരികടതൊക്കെ തരകാന്നുള്ള ഡിഡകണകാന്ന് കൊട്ടുമ്പം കൈ ഇപ്പം 2 ദിമികാരം 1 നകാരം എന്നുള്ളത് ഇപ്പോൾ ഈ കലാമണ്ഡലത്തിൽ വന്നതിന് ശേഷമാണ് അത് കൃത്യമായിട്ട് പഠിക്കാൻ പറ്റിയിട്ടുള്ളത്. അതുപോലെ തന്നെ കലാമണ്ഡലത്തിലെ അരങ്ങേറ്റം ഉണ്ടായിട്ടില്ലേ? കലാമണ്ഡലത്തിൽ അത് ഏത് വർഷത്തിലായിരുന്നു അരങ്ങേറ്റം? അത് 3ാം വർഷത്തിൽ കലാമണ്ഡലത്തിൽ ചേർന്ന് 3ാം വർഷം ആ സമയത്താണ് അരങ്ങേറ്റം ഉണ്ടായിരുന്നത്. അത് മേളപ്പദം, പുറപ്പാട് മേളപ്പദം കൂട്ടിയിട്ടാണ് അരങ്ങേറ്റം ഉണ്ടായിരുന്നത്. നമുക്ക് കലാമണ്ഡലത്തിൽ നമുക്ക് ഏറ്റവും ഒരു ഇഷ്ടപ്പെട്ട ഒരു ഗുരുനാഥൻ, നമ്മൾക്ക് താങ്ങുന്നതുമായിട്ട് ഒക്കെ നമ്മളെ ഈ രംഗത്തേക്ക് കൈപിടിച്ച് ഉയർത്തി കൊണ്ടുവരാൻ പ്രാപ്തി ഉള്ള ആൾ തന്നെയാണ്. അദ്ദേഹത്തെ നമുക്ക് കുറച്ച് താല്പര്യം ഉണ്ടാവും. അങ്ങനെ ഒരാളെ ആരാധിക്കുന്നുണ്ടോ സനൂപ്? ഓരോ വർഷം ഓരോ ആശാന്മാരുടെ കീഴിലായിട്ടാണ് അവിടെ ക്ലാസ്സുകൾ ഉണ്ടായിരുന്നത്. അപ്പം ഓരോരുത്തരുടെയും പഠന രീതികളും ആ സമയത്ത് അവർ നമുക്ക് തരുന്ന കെയറിങ്ങും കാര്യങ്ങളൊക്കെ എല്ലാവരും വളരെ ആത്മാർത്ഥമായിട്ട് തന്നെയാണ്. അപ്പം നമുക്കെന്നാലും എല്ലാവരോടും ഒരു എന്താ പറയുക, ഒരു പിതൃഭാവം തന്നെയാണ് എല്ലാവർക്കും നമുക്ക് തോന്നിയിട്ടുള്ളത്. എന്നാലും പിന്നീട് കുറച്ചു കാലം കലാമണ്ഡലത്തിൽ പഠനം കഴിഞ്ഞ് പുറത്തിറങ്ങിയതിന് ശേഷം പിന്നീട് കൂടുതൽ നമ്മൾ ബന്ധങ്ങളുണ്ടായിരുന്നത് ഉണ്ണികൃഷ്ണാശാനും ബലരാമാശാനും ഒക്കെ ആയിട്ടാണ്. ബാക്കിയുള്ള ആശാന്മാരുടെ ബന്ധമില്ല എന്നുള്ള അങ്ങനെയല്ല കേട്ടോ പറഞ്ഞത്. അപ്പോൾ അവരായിട്ട് അങ്ങനെ
ഇടപഴകാനുള്ളൊരു സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നില്ല. കാരണം നമ്മൾ അധികവും പരിപാടി സ്ഥലങ്ങളിലൊക്കെ അധികം നമ്മളെ ഭാഗങ്ങളിലേക്കൊക്കെ അധികം വന്നിട്ടുണ്ടായിരുന്നത് ബലരാമാശാനും ഉണ്ണികൃഷ്ണാശാനായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അവർ തന്നെയാണ് കൂടുതലായിട്ട് നമുക്ക് അതിനുശേഷം നമുക്ക് ഓരോ സ്ഥലങ്ങളിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഓരോരോ ഉപദേശങ്ങൾ തരാനും ഇപ്പം എങ്ങനെ നമ്മൾ എന്താ ചെയ്യേണ്ടത്, എങ്ങനെ ചെയ്യണം, എങ്ങനെ ചെയ്യാൻ പാടുള്ളൂ എന്നുള്ളതൊക്കെ പറഞ്ഞു തന്നിട്ടുള്ളത് പിന്നീട് ഈ ആശാന്മാർ തന്നെയാണ്. അത് നമ്മൾ എന്താ പറയുക, നമ്മുടെ ഒരു പരിപാടികൾ അല്ലെങ്കിൽ പ്രവർത്തനങ്ങളായിട്ട് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന ഉപദേശങ്ങളൊക്കെ ഇങ്ങനെ ഇവരിൽ നിന്നാണ് കൂടുതലായിട്ടും കിട്ടിയിട്ടുള്ളത്. നാട്ടിലും കലാമണ്ഡലത്തിലും നമ്മളുടെ പഠനത്തിൽ വ്യത്യാസം പറ്റി സംസാരിച്ചു. അപ്പോൾ അതിൽ സനൂപ് പറഞ്ഞത് കുണ്ടോളി ഒരു ആശാനെ പറ്റിയിട്ടായിരുന്നു. അപ്പോൾ ആശാനെ പറ്റിയിട്ട് കൂടുതൽ നമുക്കറിയാൻ ആഗ്രഹമുണ്ട്. എന്താണ് അദ്ദേഹത്തെ പറ്റിയുള്ള സനൂപിൻ്റെ? കുണ്ടോളി ആശാൻ എന്ന് പറയുകയാണെങ്കിൽ കോഴിക്കോട് ജില്ലയിൽ പ്രത്യേകിച്ച് ബാലുശ്ശേരി മേഖലയിൽ ഈ വാദ്യകലയെ ജനകീയമാക്കുന്നതിൽ പ്രധാന പങ്ക് വഹിച്ചിട്ടുള്ള ആശാനാണ്. കാരണം എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആൾക്കാർക്കും ചെണ്ട പഠിക്കാം ഉള്ള അവസരങ്ങൾ ഉണ്ടാക്കി കൊടുത്തിട്ടുള്ളൊരു മഹത് വ്യക്തിയാണ് കുണ്ടോളി ആശാൻ എന്ന് പറയുന്നത്. അപ്പം അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാർ തന്നെ അനവധി ശിഷ്യന്മാർ ഇപ്പം ശിഷ്യപ്രശിഷ്യരായിട്ടൊക്കെ ഇപ്പോൾ കലാരംഗത്ത് പ്രവർത്തിക്കുന്നുണ്ട്. തെയ്യം തറ വിഭാഗങ്ങളിൽ പോകുന്ന ആൾക്കാരിലും പിന്നെ നമ്മുടെ നാട്ടിലൊക്കെ, അതായത് കോഴിക്കോട് ജില്ലയിൽ പ്രത്യേകിച്ചും തെരു എന്ന് പറയും, അത് ഗണപതി ഭഗവാനെ മൂർത്തിയായിട്ട് കൊണ്ടു നടക്കുന്ന ഒരു വിഭാഗം ആൾക്കാർ ഒരു അഗ്രഹാരം പോലെ ജീവിക്കുന്നൊരു പ്രത്യേക ഒരു മേഖലയാണ് അവിടെ. അവിടെയൊക്കെയുള്ള ആൾക്കാർ തന്നെ കൂടുതലും കലാരംഗത്തേക്ക് കൈപിടിച്ച് ഉയർത്താനുള്ള പ്രധാന പങ്ക് വഹിച്ചത് രാവുണ്ണിക്കുട്ടി ആശാനാണ്. അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ പോലെ ബാലുശ്ശേരി കോട്ട പഞ്ചവാദ്യ സംഘം എന്ന് പറയുന്ന ഒരു സംഘം ആദ്യമായിട്ട് കോഴിക്കോട് ജില്ലയിലൊരു പഞ്ചവാദ്യ സംഘമാണ്. അതിൻ്റെ അടിത്തറ പാകിയ ഒരാളും അതിനെല്ലാം ചുക്കാനും പിടിച്ചതും ഈ കുണ്ടോളി ആശാനാണ്. ഈ കലാമണ്ഡലത്തിൽ സനൂപ് പഠിച്ച കാലത്ത് അവിടെ എന്തൊക്കെ കോഴ്സുകളായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്? ഏത് വർഷത്തിലാണ് സനൂപ് അവിടുന്ന് കലാമണ്ഡലത്തിൽ നിന്ന്? 99 മുതൽ 2004 വരെയാണ് ഞാൻ അവിടെ ഉണ്ടായിരുന്നത്. അപ്പം സാധാരണ നമ്മൾ ഇപ്പം കഥകളി, മോഹിനിയാട്ടം, കുച്ചിപ്പുടി, ഭരതനാട്യം, പിന്നെ ഓട്ടംതുള്ളൽ, അങ്ങനത്തെ എല്ലാ പഞ്ചായത്തിൻ്റെ തിമില, മദ്ദളം, അങ്ങനെ എല്ലാ കഥകളിയായിട്ട് ബന്ധപ്പെട്ട കഥകളിക്ക് വേണ്ടുന്ന എല്ലാ ഭാഗങ്ങളും പിന്നെ അതുപോലെ തന്നെ മറ്റു കലകളും അവിടെ ഉണ്ടായിരുന്നു. പിന്നെ അല്ലാതെ അക്കാദമിക് വേറൊരു തരത്തിൽ പറയുകയാണെങ്കിൽ ഇപ്പോൾ സ്കൂൾ വിഭാഗമായിട്ട് ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ 8ാം ക്ലാസ് മുതൽ 8, 9, 10, +1, +2, ഡിഗ്രി, പിന്നെ ഹയർ സ്റ്റഡി ഒക്കെ കാര്യങ്ങളുണ്ടായിരുന്നു അവിടെ. സനൂപ് എന്താണ് ഈ +2 കഴിഞ്ഞിട്ട് ഡിഗ്രി കഴിയാതെ പുറത്തേക്ക് വരാനുള്ള സാഹചര്യം എന്തായിരുന്നു? അവിടെ ഡിഗ്രി എന്ന് പറയുന്നതിൻ്റെ ഒരു പ്രാരംഭ നടപടികൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ സർട്ടിഫിക്കറ്റ് വാല്യൂഷൻ്റെ ഒരു ചെറിയൊരു ഇത് നിൽക്കുന്ന സമയത്താണ് ഞങ്ങളെ ബാച്ചിൻ്റെ +2 കഴിയുന്നത്. അപ്പോൾ ആ സമയത്തുള്ള കുറച്ച് ഈ തുടർ പഠനത്തിനെക്കുറിച്ചുള്ള പ്രശ്നങ്ങളിങ്ങനെ വീട്ടുകാരിങ്ങനെ ആശങ്ക പറഞ്ഞ സമയത്താണ് പിന്നീട് ബാക്കിയുള്ള ഉപരിപഠനമായിട്ട് നാട്ടിലാവാം എന്ന് തീരുമാനിച്ചിട്ട് ഇപ്പം നാട്ടിൽ പോയിട്ട് ഡിഗ്രി ചെയ്യുന്നുണ്ടെങ്കിൽ അത് ചെയ്യാം. പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഈ അവിടെയുള്ള ഏതെങ്കിലും ആശാന്മാരുടെ കീഴിൽ പോയിട്ട് ചെണ്ട പഠനം തുടരാം എന്ന് വിചാരിച്ചിട്ടാണ് ഇവിടെ വെച്ചിട്ട് ആ പഠനം നിർത്തിയിട്ടുള്ളത്. ഇപ്പോൾ നമ്മൾ കലാമണ്ഡലത്തിൽ ഇപ്പോൾ ഇത്ര വർഷം പഠിച്ചപ്പോൾ നമുക്ക് കലാമണ്ഡലത്തിൽ അനുഭവങ്ങൾ ഉണ്ടാവുമല്ലോ, നമുക്ക് മറക്കാൻ പറ്റാതെ എന്നും ഓർമ്മിക്കാൻ നടക്കാൻ പറ്റുന്ന ചില അനുഭവങ്ങൾ. അതുപോലെ തന്നെ കലാമണ്ഡലത്തിൽ നിന്ന് നമുക്ക് വിദേശ യാത്രകളൊക്കെ പോകുന്നുണ്ട്, കലാകാരന്മാർ വിദേശ യാത്രകളൊക്കെ പോകുന്നുണ്ട്. അങ്ങനെ നമുക്ക് അവസരങ്ങൾ ലഭിച്ചിട്ടുണ്ടോ? കലാമണ്ഡലത്തിൽ നിന്ന് വിദേശയാത്രയ്ക്ക് ഞാനിതുവരെ അങ്ങനെ പോയിട്ടില്ല. പിന്നെ മറക്കാൻ പറ്റാത്ത അനുഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ പല്ലാവൂർ ആശാനെ ഞാൻ ആദ്യമായിട്ട് കാണുന്നത് അവിടെ വെച്ചിട്ടാണ്. അവിടെ ഒരു പ്രോഗ്രാമിന് വന്നിട്ട് തായമ്പ കൂട്ടുന്ന സമയത്താണ് ഞാൻ ആദ്യമായിട്ട് ആശാനെ അവിടെ നിന്ന് കാണുന്നത്. അതേപോലെ തന്നെ യേശുദാസ് സാറിനെ ആദ്യമായിട്ട് കാണുന്നത് കലാമണ്ഡലത്തിൽ ഒരു മാനവീയം എന്ന് പറഞ്ഞൊരു പരിപാടി ഉണ്ടായിരുന്നു, അതിൽ വന്നിട്ടാണ് യേശുദാസ് സാറിനെ കാണുന്നത്. പിന്നീടുണ്ടായത് അവിടെ പഠിക്കുന്ന കാലഘട്ടത്തിലാണ് ഈ മേളാചാര്യ ട്രസ്റ്റിൻ്റെ ഭാഗമായിട്ടൊരു മേളപ്പദം അവിടെ ഉണ്ടായിരുന്നു. 4 ചെണ്ട 4 മദ്ദളമൊക്കെ ആയിട്ട്, അതും കൊട്ടാൻ നിൽക്കുന്നത് മഹാരഥന്മാരായിട്ടുള്ള ആശാന്മാർ. അപ്പം അങ്ങനെയുള്ളൊരു ഭാഗ്യം ആ ഒരു കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുണ്ട്. കോഴ്സ് കഴിഞ്ഞിട്ടൊക്കെ നാട്ടിലേക്ക് വന്നു. നാട്ടിലേക്ക് വന്നിട്ട് ഞങ്ങളൊക്കെ അറിയപ്പെടുന്നത് കേരളത്തിലെ ഒരു യുവ തായമ്പക്കാരനായിട്ടാണ് അറിയപ്പെടുന്നത്. എങ്ങനെയാണ്
ഈ തായമ്പുകയിലേക്ക് ഈ കഥകളി ചെണ്ട പഠിച്ച് വന്ന് പിന്നെ തായമ്പുകയിലേക്കും മേളത്തിലേക്കൊക്കെ വരാനുള്ള സാഹചര്യം അതാരായിരുന്നു ഈ ഇതിന് പ്രാപ്തനാക്കാൻ സഹായിച്ചത്? കലാമണ്ഡലത്തിൽ കോഴ്സ് കഴിഞ്ഞ് ഇറങ്ങിയതിന് ശേഷം നാട്ടിൽ പരിപാടികളൊക്കെ നടത്തുന്ന എൻ്റെ കലാമണ്ഡലത്തിൽ സീനിയറായിട്ട് പഠിച്ചിട്ടുള്ള ഒരു കലാമണ്ഡലം ശിവദാസൻ എന്ന് പറഞ്ഞിട്ട് ഒരാളുണ്ടായിരുന്നു. അപ്പം അദ്ദേഹത്തിൻ്റെ കൂടെയാണ് ഞാൻ പിന്നെ കൂടിയിട്ടുള്ളത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെ കൂടി അവിടെ ചേലിയ കലാലയത്തിൽ നമ്മുടെ പത്മശ്രീ ഗുരു ചേമഞ്ചേരി കുഞ്ഞിരാമൻ നായർ ആശാൻ സ്ഥാപിച്ചിട്ടുള്ള ഒരു കഥകളി വിദ്യാലയമാണ് ചേമഞ്ചേരി ചേലിയ കഥകളി വിദ്യാലയം. അപ്പോൾ അവിടെ ശിവദാസറിൻ്റെ കൂടെ കൂടി അപ്പോൾ അവിടെ നിന്ന് കുറച്ച് ചൊല്ലിയാട്ടങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായി. പിന്നീട് നാട്ടിൽ ഈ കഥകളിയുടെ പരിപാടികൾ വളരെ കുറവായിരുന്നു. പിന്നീടുള്ളത് നമുക്ക് കൂടുതൽ അവിടെ ഉത്സവങ്ങൾക്ക് തായമ്പക മേളം ഇതൊക്കെയാണ് അവിടെ കൂടുതലായിട്ടും ഉണ്ടായിരുന്നത്. അങ്ങനെയാണ് പിന്നീട് ആ ഒരു മേഖലയിലേക്ക് മാറിയിട്ടുള്ളത്. ആ ഒരു കാലത്ത് എല്ലാ സ്ഥലങ്ങളിലും അങ്ങനെ കൊട്ടാൻ എന്നുള്ളൊരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഇന്ന സ്ഥലത്തേ കൊട്ടാൻ പാടുള്ളൂ, ഇന്ന സ്ഥലത്ത് കൊട്ടാൻ പാടില്ല എന്നുള്ള ഒരു ചില അലിഖിത നിയമങ്ങളൊക്കെ ഉണ്ടായിരുന്ന കാലത്ത് എന്നെ അവിടെ ഇങ്ങനെ കൊണ്ടു നടന്നിട്ട് എന്നെ ഒരു തായമ്പകക്കാരൻ എന്നുള്ള ലെവലിലേക്ക് എന്നെ വളർത്തിയെടുത്തത് ശിവദാസേട്ടനാണ്. അതുപോലെ തന്നെ നമ്മുടെ ഈ രംഗത്ത് മറ്റേ നാട്ടിൽ ഈ കല പ്രയോഗിക്കുന്ന സമയത്ത് നമുക്ക് ഏറ്റവും കൂടുതൽ ആരുടെ പ്രമാണത്തിലാണ് ഈ മേളൊക്കെ ഉപയോഗിക്കാൻ കഴിഞ്ഞത്? അതുപോലെ തന്നെ അത് ഇപ്പം നിലവിൽ ഒട്ടുമിക്ക പ്രമാണിമാരുടെ കൂട്ടത്തിലും കൊട്ടാൻ സാധിച്ചിട്ടുണ്ട്. ഇപ്പം എന്നാൽ നാട്ടിലധികം ഇപ്പം പ്രധാനമായിട്ടും ഞാൻ കോഴിക്കോട് ജില്ലയിലെ ഉത്സവങ്ങൾക്ക് തന്നെയാണ് അധികവും പങ്കെടുക്കാറുള്ളത്. അവിടെ അധികവും ശിവദാസേട്ടൻ്റെ മേളം, പിന്നെ അതുപോലെ തന്നെ സദനം രാജേഷ്, സദനം സുരേഷ്, അങ്ങനെ പറഞ്ഞിട്ടുള്ള ഒരു കുറച്ച് അനവധി പ്രൊഫസറായിട്ടുള്ള പ്രമാണിമാരുണ്ട് നാട്ടിൽ. അപ്പോൾ അവരുടെയൊക്കെ കൂടെയാണ് മേളത്തിന് ഉണ്ടാവാറുള്ളത്. എന്നാലും കൂടുതലും ശിവദാസേട്ടൻ്റെ കൂടെ തന്നെയാണ് മേളത്തിന് ഉണ്ടാവാറ്. ശിവദാസേട്ടന് പുറമെ കേരളത്തിൽ അറിയപ്പെടുന്ന പ്രമാണി വാദ്യ മേളപ്രമാണിമാരിലൊക്കെ ആരെങ്കിലും എൻ്റെ ഒപ്പം നമുക്ക് കൊട്ടാൻ സാധിച്ചിട്ടുണ്ടോ? മട്ടന്നൂരാശാൻ്റെ കൂടെ കൂട്ടിയിട്ടുണ്ട്, കല്ലൂരാശാൻ്റെ കൂട്ടത്തിൽ കൂട്ടിയിട്ടുണ്ട്, കൂട്ടുകാരൻ്റെ കൂട്ടത്തിൽ കൂട്ടിയിട്ടുണ്ട്, പെരുവനം, അങ്ങനെയുള്ള ചൊവ്വല്ലൂർ മോനേട്ടൻ, അങ്ങനെയുള്ള പ്രമാണിമാരായിട്ട് വരുന്ന ആൾക്കാർ മേളപ്രമാണിമാരുടെ കൂട്ടത്തിലൊക്കെ കൂട്ടാൻ പറ്റിയിട്ടുണ്ട്. അതുപോലെ തന്നെ ചോദിക്കുന്നു, നമ്മുടെ നാട്ടിൽ ഉത്സവങ്ങളുണ്ട്. പ്രധാനപ്പെട്ട ഏതൊക്കെ ഉത്സവങ്ങളിലാണ് സനൂപിന് കൊട്ടാൻ സാധിച്ചിട്ടുള്ളത്? കോഴിക്കോട് ജില്ലയിലാണെങ്കിൽ പിഷാരികാവ് ഉത്സവത്തിന് കൂട്ടിയിട്ടുണ്ട്, പൊയിൽക്കാവിൽ ഉണ്ടായിട്ടുണ്ട്, അതുപോലെ തന്നെ ലോകനാർക്കാവിൽ, വളയനാട് കാവിൽ, തളി, അങ്ങനെ ഒട്ടുമിക്ക അമ്പലങ്ങളിലും കൂട്ടിയിട്ടുണ്ട്. പിഷാരികാവിലുള്ള ഒരു പ്രത്യേകത എന്ന് പറയുന്നത് മേള സമ്പ്രദായത്തിൽ വളരെ വ്യത്യസ്തമായിട്ടുള്ള രണ്ട് പന്തി മേളം എന്ന് പറയുന്ന ഒരു മേളമുണ്ട്. ഇപ്പോൾ നമ്മൾ പിഷാരികാവിൽ കോഴിക്കോട്, അവിടെയാണ് അധികം അവിടുത്തെ രണ്ട് പന്തി മേളമാണ് പ്രശസ്തമായത്. അപ്പോൾ അത് രണ്ട് പന്തിയായിട്ട് നിൽക്കുക. അപ്പം ഒരു 80 ആളാണെങ്കിൽ 40 ആൾ ഒരു പന്തി, 40 ആൾ വേറൊരു പന്തിയായിട്ട് നിന്നിട്ട് അങ്ങനെ രണ്ട് പന്തിയായി നിൽക്കുന്നൊരു മേളം ഉണ്ട്. അപ്പോൾ അതിലും ഭാഗമാക്കാൻ പറ്റിയിട്ടുണ്ട്. അതാണിപ്പോൾ നമ്മളെ കോഴിക്കോട് ജില്ലയിൽ ഒരു എന്താ പറയുക എടുത്തു പറയേണ്ടുന്ന ഒരു മേളം എന്ന് പറയുന്നത് അതും കൂടെയാണ്. സനൂപിന് മേളത്തോടാണോ താല്പര്യം അതോ തായമ്പകയോടാണോ കൂടുതൽ ഇഷ്ടം? രണ്ടും ഒരുപോലെ തന്നെയാണ്. പക്ഷെ മേളം എന്ന് പറയുന്ന നേരം ഒരു എല്ലാവരും കൂടെ നമ്മൾ കൂടെ നിന്നിട്ട് പ്രവർത്തിച്ച് വിജയിപ്പിക്കുന്നു. തായമ്പകം അങ്ങനെ തന്നെയാണെങ്കിലും കൂടിയിട്ട് നമ്മളതായിട്ടുള്ള കുറച്ച് കഴിവുകൾ എന്താ പറയുക പ്രകടിപ്പിക്കാൻ പറ്റുന്ന ഒരു വേദിയാണ്. അപ്പോൾ അതിൽ നമുക്ക് നമ്മളതായിട്ടുള്ള സ്വാതന്ത്ര്യം കൂടുതലുണ്ടാവും മേളത്തിലുള്ളതിനേക്കാട്ടും കൂടുതൽ. അപ്പോൾ അത് ഏതൊരു കലാകാരനെ സംബന്ധിച്ചിട്ടും കുറച്ചൊരു സ്നേഹം കൂടുതൽ എന്തായാലും തായമ്പകയോട് തന്നെ ആയിരിക്കും. തായമ്പകയിൽ താങ്കൾ സ്വീകരിക്കുന്ന ശൈലി ഏതാണ്? കലാമണ്ഡലത്തിൽ പഠിച്ചു വന്നിട്ടുള്ളൊരു ശൈലിയുണ്ട്, അത് തന്നെയാണ് ഇപ്പോഴും കൊട്ടി നടക്കുന്നത്. പിന്നെ അതിനുശേഷം കലാമണ്ഡലത്തിൽ പഠിച്ചിറങ്ങിയതിന് ശേഷം ഇരിങ്ങപ്പുറം ബാബു എന്ന് പറഞ്ഞുള്ള ആശാൻ്റെ അടുത്ത് പോയിട്ട് കുറച്ച് കാലം ഒരു ഉപരിപഠനം ഉണ്ടായിട്ടുണ്ട്. അവിടെ വീട്ടിൽ തന്നെ നിന്നിട്ട് ഒരു 3 വർഷം ഉണ്ടായിരുന്നു അവിടെ. അത് കഴിഞ്ഞിട്ട് പിന്നെ സദനത്തിൽ രാമകൃഷ്ണ ആശാൻ്റെ അടുത്ത് പോയിട്ട് ഉണ്ടായിട്ടുണ്ട്. അപ്പം
അവരുടെയൊക്കെ കൂടെ നിൽക്കുന്ന സമയത്ത് അവരുടെ ശൈലിയും, അല്ലാത്ത സമയത്ത് നമ്മുടെ കലാമണ്ഡല ശൈലിയിൽ തന്നെയാണ് ഇപ്പം നിലവിൽ പ്രയോഗിച്ച് വരുന്നത്. തായമ്പുകയിൽ എത്ര ശൈലികളുണ്ട്? 2-3 ശൈലികളുണ്ടെന്ന് പറയണു, സമ്പ്രദായങ്ങൾ. നമ്മളിതുവരെ ഇപ്പം നിലവിൽ കേട്ടിട്ടുള്ളത് മലമക്കാവ് ശൈലി, തൃത്താല ശൈലി, പാലക്കാട് ശൈലി, അങ്ങനെയുള്ളൊരു 3 തരം ശൈലികളാണ്. അതൊക്കെ മഹാരഥന്മാരായിട്ടുള്ള ആൾക്കാർ ഉണ്ടാക്കി വെച്ചിട്ടുള്ളതാണ്. അതിനെ പറ്റിയിട്ടൊന്നും എന്താ പറയുക, ഒന്നും പറയാൻ ഞാൻ ആളല്ല. പിന്നെ അതൊക്കെ ഇപ്പോഴും അത് കൊണ്ടു നടക്കുന്ന ആൾക്കാർ ഒരുപാടുണ്ട്. പിന്നെ ഇന്നത്തെ കാലഘട്ടത്തിൽ ഇപ്പോൾ ഓരോരുത്തർക്കും ഓരോരോ ശൈലിയാണ്. ഇപ്പോൾ നമ്മൾ കൊട്ടാൻ വരുന്ന, ഇപ്പോൾ കൊട്ടുന്ന സമയത്ത് ഇപ്പോൾ താഴെ ഇപ്പം നമ്മളിപ്പോൾ കേട്ട് ഇപ്പം ആയിട്ട് ഇപ്പം സദനം രാമകൃഷ്ണാശാൻ്റെ ഒരു ശൈലി എന്ന് പറഞ്ഞിട്ട് ഇപ്പം നമ്മളിപ്പം ഫേസ്ബുക്കും യൂട്യൂബൊക്കെ നോക്കി കിടന്നാൽ നോക്കുമ്പോൾ നമുക്കിങ്ങനെ കാണാൻ പറ്റും. അവരുടെ പിന്നെ ഈ ബലരാമാശാൻ്റെ ഒരു ശൈലി എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു ശൈലി എന്നിട്ട് ഓരോരുത്തർ ഇങ്ങനെ പോസ്റ്റൊക്കെ ഇടുന്നത് ഇങ്ങനെ കാണാം. അപ്പം അങ്ങനെ ഓരോരോ കാലഘട്ടത്തിൽ, അതായത് കാലഘട്ടത്തിലുള്ള മഹാരഥന്മാർ കൊട്ടുന്ന ഒരു രീതി ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അങ്ങനെ അതിനെ പിൻപറ്റിയിട്ട് അവരുടെ ശിഷ്യന്മാരും ശിഷ്യ പരമ്പരകളും അതിങ്ങനെ കൊണ്ടു നടക്കുമ്പം ആ ഒരു ശൈലിയായിട്ട് അതിങ്ങനെ പരിണമിക്കുന്നു എന്നതാണ് എൻ്റെ ഒരു അനുമാനം. അതുപോലെ തന്നെ നമ്മുടെ ഈ വടക്കൻ ഭാഗങ്ങളിൽ മേളത്തിന് എത്രത്തോളം ഭാവി, അതുപോലെ തന്നെ എത്രത്തോളം പ്രോത്സാഹനം, ജനങ്ങളുടെ അംഗീകാരം എത്രത്തോളം ഉണ്ട് അവിടെ? ഇതുപോലെ തന്നെ നല്ല വാദ്യം നടക്കാനുള്ള അവസരങ്ങൾ അവിടെ ലഭിക്കാറുണ്ടോ? ഓ, ഉണ്ടായിട്ടുണ്ട്. മുമ്പൊക്കെ എന്ന് പറഞ്ഞാൽ എന്താ പറയുക, നമ്മളെ ഇപ്പം കോഴിക്കോട് ജില്ലയിൽ പറയുകയാണെങ്കിൽ ഉള്ളിയേരി ആശാൻ, ഇപ്പം കുണ്ടോളി രാവണിക്കുട്ടി ആശാൻ, കടമേരി ആശാൻ, കൊണ്ടംവള്ളി ആശാൻ, ഇവരൊക്കെ ഉണ്ടായിരുന്ന കാലഘട്ടത്തിൽ ഈ അമ്പലങ്ങളിൽ അവിടുത്തെ ചടങ്ങുകളും അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള മേളങ്ങളും മാത്രമേ ഉണ്ടായിരുന്നിട്ടുള്ളൂ. അപ്പം അന്നൊന്നും ഈ സ്പെഷ്യൽ മേളങ്ങൾ, സ്പെഷ്യൽ തായമ്പക എന്ന് പറഞ്ഞിട്ടുള്ള അങ്ങനത്തെ ഒരു സമ്പ്രദായമൊന്നും ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പം ഈ കുറച്ച് കാലമായിട്ട് ഇങ്ങനെ ഈ സ്പെഷ്യൽ മേളങ്ങൾ, വിശേഷാൽ മേളങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ടുള്ളൊരു ഇത് തുടങ്ങിയിട്ടുണ്ട്. ഇപ്പം 101 ആളെ മേളം. അപ്പോൾ അതുപോലെ തന്നെ ഈ ഇവിടുന്ന് നല്ല എന്താ പറയുക, നമ്മളെ ഈ തൃശ്ശൂർ പാലക്കാട് ഭാഗത്തു നിന്നൊക്കെ പ്രമാണിമാരെ കൊണ്ടുവന്നിട്ട് നമ്മളെ നാട്ടിലേക്ക് കൊണ്ടുവന്നിട്ട് മേളങ്ങൾ ഗംഭീരാക്കാൻ, അപ്പം അങ്ങനെയുള്ള കുറേ പുതിയ സംരംഭങ്ങൾ കുറേ ഉണ്ടായി വരുന്നുണ്ട്. കാരണം അവസരങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. കാരണം ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ ഒരു ഷാരികാവ് ഉത്സവത്തിലാണെങ്കിൽ ഇപ്പം അവിടെ അമ്പലത്തിലുള്ള ശിവേലിൻ്റെ മേളങ്ങൾ മാത്രമേ ആദ്യം ഉണ്ടായിരുന്നുള്ളൂ. അപ്പം അതന്നെ ഇപ്പം ഈ ഒരു കുറച്ച് കാലമായിട്ട് അത് ഗംഭീരമായി തുടങ്ങി. കുറേ ആൾക്കാരൊക്കെ പുറത്തുനിന്നും പ്രഗത്ഭരായ ആൾക്കാരുടെ കൊണ്ടുവന്ന് നടത്താൻ തുടങ്ങി. പിന്നെ അവിടേക്കുള്ള കുറച്ച് വരവ് മേളങ്ങളുണ്ട്. അപ്പോൾ ആദ്യകാലത്ത് അതൊക്കെ ഇപ്പം 10-15 ആൾക്കാർ വെച്ചിട്ടാണ് ഉണ്ടായിരുന്നത്. ഇപ്പം അതൊക്കെ മാറി 50 ആളെ മേളായി, 101 ആളെ മേളായി, അങ്ങനെ ഒരുപാട് അവസരങ്ങൾ ഇപ്പം ഉണ്ടായിട്ട് വരുന്നുണ്ട്. അതുപോലെ തന്നെ തായമ്പകയ്ക്കാണെങ്കിലും ആദ്യം ഒരു ചടങ്ങിൻ്റെ ഭാഗമായിട്ടുള്ള തായമ്പകയാണ് ആദ്യകാലങ്ങളിൽ അവിടെയൊക്കെ ഉണ്ടായിരുന്നത്. പക്ഷേ ഇപ്പം ഈ ഒരു കാലഘട്ടത്തിൽ ഒരുപാട് മാറ്റങ്ങൾ വന്ന് സ്പെഷ്യൽ തായമ്പകകൾ ഇപ്പോൾ നമ്മുടെ നാട്ടിൽ തന്നെയുള്ള ആൾക്കാർക്ക് കൊട്ടി വളരാനുള്ള അവസരങ്ങൾ ഉണ്ടാകുന്നുണ്ട് ഒരുപാട്. അതുപോലെ തന്നെ ഈ തായമ്പുകയിൽ, ഡബിൾ തായമ്പുകയിൽ ആരൊക്കെ കൂടെ അവതരിപ്പിക്കാൻ സാധിച്ചിട്ടുണ്ട് സനൂപിന്? പ്രഗത്ഭരായ വാദ്യകലാകാരന്മാരായ. ഞാൻ കലാമണ്ഡലത്തിൽ പുറത്തിറങ്ങിയതിന് ശേഷം ആദ്യമായിട്ട് ഡബിൾ കൊട്ടുന്നത്. കലാമണ്ഡലത്തിൽ പഠിക്കുന്ന സമയത്ത് നമ്മൾ സഹപാഠികളായിട്ടുള്ള അവരുടെ കൂട്ടത്തിൽ കുറേ തായമ്പകൾ ഉണ്ടായിട്ടുണ്ടായിരുന്നു കലാമണ്ഡലത്തിലും അവിടെ പുറത്തുമായിട്ട്. അവിടുന്ന് നാട്ടിലേക്ക് വന്നതിന് ശേഷം നാട്ടിൽ ഞാൻ ആദ്യമായിട്ട് എന്നെ ഡബിൾ തായമ്പ് കൂട്ടിക്കുന്നത് ശിവദാസേട്ടനാണ്. അപ്പോൾ ശിവദാസേട്ടൻ്റെ കൂടെ കൂട്ടി, പിന്നെ അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ സദനം രാജേഷ്, സദനം സുരേഷ്, അവരുടെ കൂട്ടത്തിൽ കൊട്ടി തുടങ്ങി. പിന്നീട് ഇപ്പം നേരത്തെ ഞാൻ പറഞ്ഞു ഈ ഗുരുവായൂർ വന്നു. പിന്നെ അതായിട്ട് സദനത്തിൽ രാമകൃഷ്ണാശാൻ്റെ അടുത്ത് പോയി. അപ്പം അങ്ങനെ പോയതിന് ശേഷം അവരെ രാമകൃഷ്ണാശാൻ്റെ കൂട്ടത്തിൽ കൊട്ടാൻ പറ്റിയിട്ടുണ്ട്. ഇപ്പം കല്ലൂർ ജയേട്ടൻ്റെ കൂട്ടത്തിൽ, അതേപോലെ ദേവരാജേട്ടൻ്റെ കൂട്ടത്തിൽ, പിന്നെ കല്ലൂർ ഉണ്ണീഷ്ണേട്ടനായിട്ട് കൊട്ടിയിട്ടുണ്ട്. അപ്പം അങ്ങനെയുള്ള കുറച്ച് കല പഠിച്ചു. പിന്നെ വീണ്ടും കലാമണ്ഡലത്തേക്ക് പോയി. അവിടുന്ന് വിദ്യാഭ്യാസവും പഠനമൊക്കെ കഴിഞ്ഞ് നാട്ടിലേക്ക് വന്നു. നാട്ടിലേക്ക് വന്ന സമയത്ത് കലാമണ്ഡലത്ത് കഥകളി കൊട്ടാണ് പ്രാമുഖ്യം കൊടുത്ത് പഠിച്ചെങ്കിൽ നാട്ടിൽ വന്നപ്പോൾ തായമ്പുകയിലും മേളത്തിലൊക്കെ തന്നെയാണ് സനൂപിൻ്റെ ശ്രദ്ധ ഉണ്ടായത്. അപ്പോൾ ഇനി കൂടുതൽ ഈ രംഗത്ത് സനൂപിന് എന്തെങ്കിലും ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടോ? പുതിയ എന്തെങ്കിലും സനൂജ് ഈ രംഗത്ത് കണ്ടെത്തിയിട്ടുണ്ടോ? അത് പ്രായോഗികമാക്കിയിട്ടുണ്ടോ
എന്ന് അറിയാൻ ആഗ്രഹമുണ്ട്. പുതിയതൊന്നും നിലവിലൊന്നും പുതിയതൊന്നും ചെയ്തിട്ടില്ല. പക്ഷെ പുതിയ ചില സംരംഭങ്ങൾക്ക് അവരുടെ കൂട്ടത്തിൽ കൂടാൻ പറ്റിയിട്ടുണ്ട്. ഇപ്പം നമ്മളെ ആരായിരുന്നു ഇത്? ഈ പല്ലശന ഒരു നന്ദേട്ടനുണ്ട്. അപ്പം ആ നന്ദേട്ടൻ ചിട്ടപ്പെടുത്തിയൊരു ചെണ്ടപ്പഞ്ചവാദ്യം എന്ന് പറഞ്ഞിട്ടുള്ളൊരു പുതിയൊരു സംരംഭം ഉണ്ടായിരുന്നു. അതായത് പഞ്ചവാദ്യത്തിൽ ഉള്ള ബാക്കി എല്ലാ വാദ്യങ്ങളുണ്ട്. അതിൽ തിമിലേനെ മാറ്റി നിർത്തിയിട്ട് ആ ഭാഗത്തേക്ക് ചെണ്ട, തിമില കൂട്ടുന്ന എണ്ണങ്ങൾ ചെണ്ടയിൽ കൊട്ടുക എന്നുള്ളതാണ് ഒരു ആശയം. അപ്പോൾ അതൊരിക്കൽ നമ്മൾ ദുബായിൽ പോയിട്ട് ഒരു പ്രോഗ്രാം ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ളൊരു അതിൽ ഭാഗമാക്കാൻ പറ്റിയിട്ടുണ്ട്. അതേപോലെ തന്നെ പിന്നെ ഈ ബാലുശ്ശേരിയിൽ നമ്മുടെ ഹരിപ്പാട് KPN പിള്ള സാറിൻ്റെ ഒരു സംഗീത ക്ലാസ് ഉണ്ട്. അപ്പോൾ അവരുടെ കൂട്ടത്തിൽ അവിടെ നിന്നിട്ട് അവരുടെ കച്ചേരികളിൽ ചെണ്ടയായിട്ട് അക്കമ്പനി ചെയ്യാനുള്ളൊരു ചെറിയൊരു പരീക്ഷണം പോലെ ചെയ്തതായിരുന്നു. അപ്പം അങ്ങനെ അത് ചെയ്തിട്ടത് നമ്മൾ കുറച്ച് പ്രോഗ്രാംസൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് അപ്പം അങ്ങനെ അതിൻ്റെ ഭാഗമാക്കാൻ പറ്റിയിട്ടുണ്ട്. പിള്ള സാറിൻ്റെ കണ്ടക്ഷനിൽ തന്നെയായിരുന്നു അത് ഉണ്ടായിരുന്നത്. അങ്ങനെയാണ് ഉണ്ടായത്. ഇപ്പം പുതിയതെന്ന് പറഞ്ഞാൽ ഇനിയിപ്പം നവീനമായിട്ടുള്ള എന്തെങ്കിലും ആശയങ്ങൾ കിട്ടുകയാണെങ്കിൽ അത് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പ്രയത്നം ഉണ്ടാവും. ഇപ്പോൾ നാട്ടിൽ സനൂപ് എന്നു ഇപ്പോൾ സനൂപിന് ഇതിൽ പഠനക്കളരി നാട്ടിൽ നടത്തും. സനൂപായിട്ട് പഠനക്കളരി നടത്തുന്ന നാട്ടിൽ കുട്ടികളെ ഈ രംഗത്തേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും. അപ്പം ഇപ്പം വീട്ടിൽ ഒരു ക്ലാസ് ഉണ്ട്, പഠന ക്ലാസ് ഉണ്ട്. പിന്നെ അതല്ലാതെ നമ്മൾ വീടിനോട് ഞാൻ നേരത്തെ പറഞ്ഞു ഇങ്ങനെ ഒരു നാട്ടിലൊക്കെ ഈ ഗണപതി ക്ഷേത്രവും അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കുറച്ച് ആൾക്കാർ താമസിക്കുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ അവിടെ ഇങ്ങനെ 2-3 ക്ഷേത്രങ്ങളിൽ ഇങ്ങനെ ക്ലാസ് ഉണ്ട്. അപ്പോൾ അവിടെ തന്നെയുള്ള ആൾക്കാർ സാധാരണഗതിയിൽ അവർ തന്നെയാണ് അവിടുത്തെ വാദ്യക്കാരായിട്ട് ഉണ്ടാവാറ്. പിന്നെ സ്പെഷ്യലായിട്ട് നേരത്തെ പറഞ്ഞ പോലെ പുറത്തുനിന്ന് അവരിങ്ങനെ ആൾക്കാരെ വിളിക്കും. അപ്പം അങ്ങനെ അവിടെ തന്നെയുള്ള പുതിയ തലമുറയെ ഇതാക്കാൻ വേണ്ടിയിട്ട് അവർക്കുള്ള ക്ലാസ്സുകൾ കൃത്യമായിട്ട് ഇപ്പോൾ നമ്മൾ പഠിച്ചു വന്നിട്ടുള്ള, ഞാൻ നേരത്തെ പറഞ്ഞു നാട്ടിൽ പഠിച്ച വായ്ത്താരികളും മറ്റേതൊക്കെ ഒരുപാട് വ്യത്യാസം ഉണ്ടായിരുന്നില്ല. അത് നമ്മളിപ്പം പഠിച്ച കലാമണ്ഡലത്തിലുള്ള ശൈലിയിലേക്ക് ആക്കിയും കൊണ്ടുള്ള തരത്തിൽ ക്ലാസ്സുകൾ ഇപ്പം അവർക്ക് എടുത്തു കൊടുക്കുന്നുണ്ട്. ഈ വാദ്യരംഗത്ത് തന്നെ നിലനിൽക്കാനാണോ ഇതുകൊണ്ട് തന്നെയാണോ നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നത് സനൂപ്? തീർച്ചയായിട്ടും. കാരണം സന്തോഷം. ഓർമ്മ വെച്ച കാലം തൊട്ട് തന്നെ ഈ ഒരു മേഖലയിലെ ആൾക്കാരായിട്ടാണ് സഹവാസവും. അതിൽ തന്നെയാണ് എല്ലാ സമയവും ഉണ്ടായിട്ടുള്ളത് പ്രവർത്തനങ്ങളൊക്കെ. അതല്ലാതെ മാറിയിട്ട് വേറൊരു സംഗതി ഇതുവരെ ഉണ്ടായിട്ടില്ല. അതിൻ്റെ ഇടയ്ക്ക് കുറച്ച് കാലം ഈ കൊറോണയുടെ കാലഘട്ടത്തിൽ നമ്മുടെ നാട്ടിലൊരു കുറച്ച് സുഹൃത്തുക്കളുടെ നിർബന്ധപ്രകാരം ഒരു മാരുതിൻ്റെ ഷോറൂമിൽ ഒരു സെയിൽസ് എക്സിക്യൂട്ടീവ് ഉണ്ടായിരുന്നു. ഒരു 4 മാസക്കാലം ഉണ്ടായിരുന്നു. അപ്പം അത് നമുക്ക് അതുമായിട്ട് കൺജസ്റ്റഡായിട്ട് പോകാനൊരു ഭയങ്കര ബുദ്ധിമുട്ട്. അപ്പം അത് കാരണത്തിൽ പിന്നെ അത് അവിടെ വെച്ച് വീണ്ടും ഇതിലേക്ക് തന്നെ തിരിച്ചു വന്നു. പിന്നെ ഈ രംഗത്ത് സനൂപിന് പുരസ്കാരങ്ങളൊക്കെ എന്തെങ്കിലും നേടാൻ സാധിച്ചിട്ടുണ്ടോ? ആരെങ്കിലും വ്യക്തികളെ ആദരിക്കപ്പെടാനുള്ള അവസരം ഉണ്ടായിട്ടുണ്ടോ യുവ കലാകാരൻ നിലയിൽ? പുരസ്കാരങ്ങൾ എന്ന് പറഞ്ഞാൽ അങ്ങനെ ഈ നാട്ടിൽ തന്നെയുള്ള ചില നമ്മളെ സംഘടനകൾ, ഭാരതീയം പോലെയുള്ള ചില സാംസ്കാരിക സംഘടനകളുടെയും അവരുടെയൊക്കെ ചില ആദരവുകളാണ് ഇപ്പോൾ നിലവിൽ ഉണ്ടായിട്ട്. അല്ലാതെ വേറെ വലിയ പുരസ്കാരങ്ങളായിട്ട് എന്ന് പറയുന്ന സംഗതികളൊന്നും നിലവിലുണ്ടായിട്ടില്ല. ഇപ്പോൾ കുടുംബത്തിൽ നമ്മളെ കുടുംബം പരിചയപ്പെട്ടില്ല. അപ്പോൾ നമ്മുടെ വീട്ടിൽ ആരൊക്കെ, സനൂപിൻ്റെ വീട്ടിൽ ആരൊക്കെ ഉള്ളത്? വീട്ടിൽ അച്ഛൻ, അമ്മ, അനിയത്തി, അവളിപ്പം കല്യാണം കഴിഞ്ഞു, UK-ലാണ്. പിന്നെ ഭാര്യ, 2 മക്കൾ. ഭാര്യയുടെ പേര് ഹരിത, മക്കള് വൈകാലക്ഷ്മി മോള്, ധാർമ്മിക് ദേവ്. മൂത്തോളിപ്പം LKG-യിൽ പഠിക്കുന്നു. മകനിപ്പം ധാർമ്മിക് ദേവ് 1 വയസ്സായി. ഈ വാദ്യ കലാരംഗത്തൊക്കെ നമ്മൾ പ്രവർത്തിക്കുമ്പോൾ കുടുംബത്തോടൊപ്പം തന്നെ കുടുംബം നമ്മളെ പ്രോത്സാഹിപ്പിച്ച് കൊണ്ടുവരും. ഈ വാദ്യരംഗത്ത് നമ്മുടെ പ്രവർത്തനങ്ങളൊക്കെ മികവും നമ്മളെ ഉയർച്ചയെ കണ്ടുകൊണ്ട് അവർ സന്തോഷിക്കുകയാണ്. അതുപോലെ തന്നെ വാദ്യകലാരംഗത്ത് നമുക്ക് നമ്മുടെ ഉയർച്ചയിൽ സന്തോഷിക്കുന്നതും ആൾക്കാർ ഇഷ്ടം പോലെ ഉണ്ടാവും. അപ്പോൾ അങ്ങനെ അതൊരു കുടുംബമാണ്. അപ്പോൾ അങ്ങനെ താങ്കൾക്ക് ഒരു വലിയൊരു കുടുംബം ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ടോ ഈ രംഗത്ത്? തീർച്ചയായിട്ടും. കാരണം ഈ കലാരംഗത്ത് വന്നതുകൊണ്ടുണ്ടായിട്ടുള്ള ഏറ്റവും വലിയ ഗുണം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതൊക്കെ തന്നെയാണ്. കാരണം ഒരുപാട് സൗഹൃദങ്ങൾ
ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ട്. ഒരുപാട് മഹത് വ്യക്തികളുമായിട്ട് പരിചയപ്പെടാൻ, അവരുമായിട്ട് അടുത്ത് ഇടപഴകാൻ പറ്റിയിട്ടുണ്ട്. അപ്പം അവരുടെയൊക്കെ കൂടെ നടക്കുന്ന സമയത്ത് കിട്ടുന്ന ചില ഉപദേശങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് നമ്മുടെ കഴിവിൻ്റെ പരമാവധിയിൽ അത് നമ്മൾ ഉൾക്കൊണ്ടുകൊണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കാറുണ്ട്. ഒരു പരിധി വരെ എനിക്ക് പറ്റിയിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പം ഇങ്ങനെ എല്ലാവരുടെയും എവിടെ പോയി കഴിഞ്ഞാലും ഒരുപാട് സൗഹൃദങ്ങളുണ്ടാവും, പരിചയമുള്ള ആൾക്കാരുണ്ടാവും. അപ്പം അങ്ങനെയുള്ളൊരു വലിയൊരു ലോകത്തിൻ്റെ മുന്നിൽ ഒരു കണ്ണിയായിട്ട് നിൽക്കാനുള്ളൊരു ഭാഗ്യം ഈ ഒരു കലാരംഗത്ത് വന്നതുകൊണ്ട് പറ്റിയിട്ടുണ്ട്. അതൊരു വലിയൊരു ക്യാമത്തറായിട്ട് തന്നെയാണ് ഞാൻ അതിനെ കാണുന്നത്. അതുപോലെ തന്നെ ഒരു പ്രധാനപ്പെട്ട ഒരു ചോദ്യം ചോദിക്കാനുള്ളത്, ഇപ്പോൾ കലാമണ്ഡലം സനൂപ്, അങ്ങനെ കലാമണ്ഡലം സനൂപ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് അതിൽ നമ്മൾ അഭിമാനം കൊള്ളുന്ന നിമിഷമല്ലേ? തീർച്ചയായിട്ടും. അപ്പം എന്താ വെച്ചാൽ എല്ലാവർക്കും പ്രത്യേകിച്ച് ഞങ്ങളുടെ നാട്ടിലേക്ക് വരുന്ന സമയത്ത് ഈ കലാമണ്ഡലം ആൾക്കാർ വളരെ കുറവാണ്. ഇപ്പം ഞാനവിടെ കലാമണ്ഡലമായിട്ട് വരുന്നതിനെക്കാളും എൻ്റെ മുന്നേ ഉണ്ടായിരുന്നത് ശിവദാസേട്ടൻ, പിന്നെ ശിവദാസേട്ടൻ ഏട്ടൻ, രാമേന്ദ്രേട്ടൻ, അങ്ങനെ കുറച്ച് പേരെല്ലാം ഉണ്ടാകുന്ന ആൾക്കാർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ആ ഒരു നിരയിലേക്ക് എത്തിപ്പെടാൻ പറ്റിയതിൽ ഒരു സ്വകാര്യ അഹങ്കാരമായിട്ട് തന്നെ കാണുന്നുണ്ട് ഞാൻ. അപ്പോൾ നമ്മൾ സനൂപിൻ്റെ ഈ വാദ്യ രംഗത്തുള്ള വിവരങ്ങളൊക്കെയാണ് ഇതുവരെ നമ്മൾ ചോദിച്ചത്. ഒരു സാധാരണ കുടുംബത്തിൽ ജനിച്ച് പ്രാഥമിക വിദ്യാഭ്യാസമൊക്കെ നാട്ടിൽ നടത്തി, അവിടെ ചെണ്ട അഭ്യസിച്ച്, നാട്ടിലെ ഗുരുക്കന്മാരുടെ നിന്ന് ചെണ്ട അഭ്യസിച്ചുകൊണ്ട് തുടർ പഠനത്തിന് വേണ്ടിയിട്ട് നമ്മുടെ കേരളത്തിലെ അല്ലെങ്കിൽ ലോകത്തിൽ തന്നെ ഏറ്റവും ഉന്നതിയിൽ നിൽക്കുന്ന കേരള കലാമണ്ഡലത്തിൽ ചേരാൻ അദ്ദേഹത്തിന് അവസരം ഉണ്ടായി. അദ്ദേഹത്തിൻ്റെ പഠനം പൂർത്തിയാക്കി നാട്ടിൽ വന്നു. ഇപ്പോൾ നാട്ടിൽ നിരവധി ക്ഷേത്രങ്ങളിലും ഉത്സവങ്ങളിലൊക്കെ തന്നെ അദ്ദേഹത്തിൻ്റെ വാദ്യകല ലോകത്തിലെ തന്നെ നല്ലവരായ കലാകാരന്മാരുടെ ഒപ്പം നമ്മുടെ കലാ ആസ്വാദകർക്ക് അദ്ദേഹം സമ്മാനിച്ച് ഇരിക്കുകയാണ്. അപ്പോൾ ഇത്രയും നല്ലൊരു കലാകാരനെ നമ്മുടെ ഈ പരമ്പരയിൽ, വായ്ത്താരി എന്ന പരമ്പരയിൽ കിട്ടിയതിൽ ഞങ്ങൾക്ക് അതിയായ സന്തോഷമുണ്ട്. അദ്ദേഹത്തിന് നല്ല ഭാവി ഈ രംഗത്ത് ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമസ്കാരം. സനൂപ്. നമസ്കാരം. വളരെ സന്തോഷം. കാരണം വായ്ത്താരി എന്ന് പറയുന്ന ഈ ഒരു വലിയൊരു സംഭവത്തിൻ്റെ ഭാഗമാവാൻ കഴിഞ്ഞതിൽ, അതിനേക്കാളും ഉപരിയായിട്ട് എന്ന് പറയുകയാണെങ്കിൽ കലാമണ്ഡലത്തിൽ പഠിക്കുന്ന സമയത്ത് അധ്യാപകന്മാർ അല്ലെങ്കിൽ നമ്മുടെ ആശാന്മാർ എന്ന് പറഞ്ഞിട്ട് നമ്മൾ വളരെ ബഹുമാനത്തിൽ കാണുന്ന ആൾക്കാർ ഇന്നും അങ്ങനെ തന്നെയാണ് കാണുന്നത്. പക്ഷെ നമ്മൾ അങ്ങനെ ഒരു പൊസിഷനിൽ കണ്ട ആൾക്കാർ ഇന്ന് വളരെ സൗഹൃദത്തിൽ നമ്മളോട് സംസാരിക്കാനും അല്ലെങ്കിൽ ചേർന്ന് പിടിച്ചിരുത്തിയിട്ടുള്ള ആ ഒരു സ്നേഹമൊക്കെ അനുഭവിക്കാനും കഴിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട്. അപ്പോൾ ഇനിയും ഈ ഒരു സംരംഭത്തിന് ഒരുപാട് ഉയരങ്ങളിലേക്ക് എത്താൻ സാധിക്കട്ടെ. ഈ ഒരു പരിപാടിയിൽ കൂടെ ഉണ്ടായിട്ടുള്ള ഉണ്ണീഷ്ണേട്ടനും അതേപോലെ തന്നെ ഇതിലേക്ക് എന്നെ പങ്കെടുപ്പിച്ച പ്രിയ ഗുരുനാഥൻ ഉണ്ണികൃഷ്ണാശാനും എല്ലാവിധ ആശംസകളും. ഒരുപാട് നന്ദി, നമസ്കാരം.